ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വായോ നമുക്ക് വീഡിയോ കാണാം. കഴിഞ്ഞ ദിവസം മാമിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് 10 മണി ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 10 മണി ചെടി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ചെടി കൊണ്ടുവരാറുണ്ട്. അപ്പം എനിക്കും ഇവിടെ അമ്മയ്ക്കും ഒക്കെ ഈ ചെടി ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ, ചെടിയും പൂവും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 10 മണി ചെടി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഞാനൊരു ആയിട്ടിരുന്നൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മണ്ണും പിന്നെ ഈ കൊക്കോപ്പീറ്റില്ലേ, ചകിരിച്ചോറ്, നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കായലിൻ്റെ ഒക്കെ സൈഡായതുകൊണ്ട് അതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ബയോഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജൈവവളമാണ് കേട്ടോ അത്. അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അത് നന്നായിട്ട് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതത്രയും കൂടി ഇട്ടിട്ട് ഈ ബയോഡയറ്റ് ഒരു 2 സ്പൂൺ ഇടത്തുള്ളൂ. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 10 മണി ചെടി സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇത് കറുകപ്പുല്ലാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കറുകപ്പുല്ല് 1-2 അച്ഛൻ നട്ടതാണ്. അപ്പോൾ ഇവിടെ അമ്പലം ഉള്ളത് കൊണ്ട് ഈ കറുകപ്പുല്ല് പൂജയ്ക്ക് എല്ലാ മാസവും എടുക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് മേടിക്കുകയും എടുത്തിട്ട് വരികയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ 1-2 നട്ടതാണ്. പിന്നെ അവിടെ ആ ഒരു ഏരിയ നിറച്ചായി. അപ്പം ശരിക്കും എല്ലാവരും പൈസ കൊടുത്തൊക്കെ അല്ലേ ലോൺ വയ്ക്കുന്നത്. അപ്പം ഞങ്ങളിത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ലോൺ വെച്ചേക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനത് കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഒരാൾ സഹിക്കാൻ വയ്യാണ്ട് ഇറങ്ങി കട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ ചെയ്യാൻ തോന്നത്തില്ലേ, അതുപോലെ കണ്ട് ചെയ്താണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ദേ ഇത്ര ഒരു ഭാഗത്താണ് ആ ഒരു കറുകപ്പുല്ലാണ് കേട്ടോ. ഇത് ശരിക്കും മറ്റേ ലോണൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കും. ഒത്തിരി നാളായി, ഇത് ഫസ്റ്റ് ടൈം ആട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ 2-3 ദിവസം മുന്നേ വെച്ചില്ലേ റോസ്മേരി, അതാണ് കേട്ടോ. പുതിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗാർഡൻ. അമ്മയാണ് കേട്ടോ ഈ ഗാർഡനൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. അമ്മ മിക്ക ദിവസവും രാവിലെയൊക്കെ നനയ്ക്കും. ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ പോയതാണ്. ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ ആണെങ്കിലും ഇവിടെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു, അമ്മ അഞ്ചനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയണമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്ത് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും എനിക്കങ്ങനെയാണ്. ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് മൂഡ് സ്വിങ്സ് ഉള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി ചെടികളുമായിട്ടൊക്കെ സംസാരിക്കുകയും കാണുകയും അത് നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങൾ ഒരു മാസം മുന്നേ മേടിച്ചതാണ്. അന്ന് ഒത്തിരി ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്ലവർ എല്ലാം ഇങ്ങനെ കരിഞ്ഞു പോയി. ഇനി അതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഇങ്ങനെ ശിഖരങ്ങളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇത് കണ്ടോ, വൈറ്റ് കളറ് മൊസാന്ത എന്നാണ് കേട്ടോ ഞങ്ങൾ പറയണേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ചട്ടി ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നു. കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ചെടി അവിടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആ ചട്ടി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ചെടിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ വാങ്ങിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ പൂവെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ദിവസമായിട്ടോ ഇതൊക്കെ, ഈ പൂവൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ ഒരു 3-4 ആഴ്ച കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതെല്ലാം ഒന്ന് പോയത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം വളരെ കെയർഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വേരൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെയും പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഹോൾ ഇടുവാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര പാടായിരുന്നു. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആ മണ്ണങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെറ്റാക്കി കേട്ടോ. ചെടി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ആ മൊസാന്തയൊക്കെ ഭയങ്കര കുഞ്ഞായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഇത്രയൊക്കെ വളർന്നത്. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഗ്രീൻ കളറ് ഒരു ചെടിയില്ലേ, അതിൽ വൈറ്റ് ഫ്ലവർ വരാറുണ്ട്, കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവർ. പിന്നെ അത് നന്നായിട്ടിങ്ങനെ പൊങ്ങിപ്പോയിട്ട് മരം പോലെയൊക്കെ ആവുന്ന ഒരു ചെടിയാണത്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ബയോഡൈറ്റ്, ഞാൻ എല്ലാത്തിനും ഇടും കേട്ടോ ബയോഡൈറ്റ്. നല്ലതായിട്ട് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
ശരിക്കും 2 സ്പൂണൊക്കെ ഇട്ടാൽ മതി, എന്നാലും ഞാൻ വാരി വിതറുവാണ് കുറച്ച് കൂടുതൽ പൂ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല കേട്ടോ, എനിക്കൊരളവുണ്ട്, ആ അളവിന് വേണം നമ്മൾ ഇതൊക്കെ ഇടാൻ. പിന്നെ ഞാൻ അടുത്തൊരു ഒരു ചെടിയും കൂടെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അവിടെ ഒരു ചട്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലെല്ലാത്തിലും ഉണ്ടായിരുന്നു കേട്ടോ ചെടികൾ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വെയിലൊക്കെ ആയപ്പോഴത്തേനും പോയതാണ്. ഇതുണ്ടോ, നല്ല ബ്ലാക്ക് കളർ മണ്ണാണ്. ചെടി നടാൻ പറ്റിയത് ഇങ്ങനെ ബ്ലാക്ക് കളർ മണ്ണാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മണ്ണ് അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ ബീച്ചിൻ്റെയും കായലിൻ്റെയൊക്കെ അടുത്താണ് വീട്, അപ്പോൾ അത്ര നല്ല മണ്ണൊന്നുമല്ല. പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മണ്ണിറക്കിയിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കുന്നതാണ് ഇതൊക്കെ. നമ്മുടെ ആത്മാർത്ഥതയുള്ള പണിക്കാരൻ ഇപ്പോഴും ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഒരു വൈറ്റ് കളറൊക്കെ ആയിരുന്നു, അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുകയാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തൊരു ഗാർഡനാണ്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. പക്ഷേ ആ ഗാർഡൻ കുഴപ്പമൊന്നുമില്ല, ചെടിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ കുറേ ചെടികൾ വന്നു. ആ ഇടയ്ക്ക് നിന്ന് വൈറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ, അത് മറ്റേ വാടാമുല്ലയാണ് കേട്ടോ. ഈ അത്തത്തിലൊക്കെ ഇടത്തില്ലേ, മറ്റേ അതിൻ്റെ വയലറ്റ് കളറുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളയുണ്ട് കേട്ടോ, അതൊരു വെറൈറ്റി അല്ലേ അതിൻ്റെ വൈറ്റ്. ഈ ഭംഗിയുള്ള ചട്ടികളുടെ ഇടയിൽ എന്താ ഭംഗിയില്ലാത്ത കുറച്ച് ചട്ടി എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, അത് ഫ്രീ ആണ്. അതിൻ്റെ കൂടെ കുറേ പച്ചക്കറി തൈകളും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. ഇത് ഓർമ്മയില്ലേ, ജെറബറയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി ചെടിയാണ് കേട്ടോ. ഇത് എല്ലാ ദിവസവും ഫ്ലവർ ഉണ്ടാവും. അതിലൊരു ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ, അത് അച്ഛൻ എടുത്തിട്ട് അമ്പലത്തിൽ വെച്ചു. എല്ലാ ദിവസവും ചെടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു പൂവ് വന്നാൽ ഒരു 2 ആഴ്ച ആ പൂവ് നിൽക്കും. ആ പൂവ് പോകുന്നതിന് മുന്നേ തന്നെ അടുത്തത് വരും. അങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഈ 2 പോട്ടിലായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വെള്ളം മറ്റേതിൽ നിറയും. അപ്പോൾ വെള്ളം ഒത്തിരി നിറയുന്നതിന് മുന്നേ നമ്മളതെടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് അറിയത്തില്ലായിരുന്നു കേട്ടോ, അതിലിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അമ്മയായിരുന്നു ചെടിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്രയൊരു ഞാൻ തിങ്ക് ചെയ്തില്ല, അത് മൊത്തം ഇങ്ങനെ നശിച്ചു പോകാനായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ്. അപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോഴാണ് അത് നിറച്ച് വെള്ളമായി. അപ്പോൾ വെള്ളമായിട്ട് അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് അത് വളരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ 2 പോട്ടിൽ വെക്കുന്നവർ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 2-3 ദിവസം വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും അടിയിലുള്ള പോട്ട് നിറഞ്ഞു കഴിയും. അപ്പോൾ നമ്മൾ ആ പോട്ടെടുത്ത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അപ്പോൾ ഈ ജെറോവറയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അതിലൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് അച്ഛനത് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ ഫ്ലവർ ഉണ്ട്. ഇതൊരു വെള്ളരി അതിൻ്റെ ഇടയിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും വിചാരിച്ചു, ഇപ്പോൾ കായൊക്കെ വരും, നമുക്ക് വെള്ളരി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് ഉണങ്ങിപ്പോയി കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഈ റോസ ഫ്ലവർ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ, എന്നാൽ മാത്രമേ അടുത്തത് നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇത് വീട്ടിലുള്ള ചാമ്പയാണ് കേട്ടോ, അതൊരു വൈറ്റ് കളർ ചാമ്പയാണ്. പക്ഷേ എനിക്കിഷ്ടം മറ്റേ സാധാ റോസ് ചാമ്പ തന്നെയാണ്. ഇത് നല്ല വലിപ്പമൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇങ്ങനെ വലിപ്പം അങ്ങനെ വരാറില്ല, കാരണം ഇത് നിറച്ചും എപ്പോഴും ഇങ്ങനെ കിളികളാണ്. അപ്പോൾ ഇതെപ്പോഴും പോവും. അതേ കണ്ടോ, നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ആയിട്ടില്ല, ഇതിപ്പോൾ ചെറുതാണ്. പിന്നെ ഇവിടെ വരുന്നവരെല്ലാവരും പറിച്ചുകൊണ്ട് പോകും. പക്ഷേ നമുക്കെന്തോ എനിക്ക് വലിയ ടേസ്റ്റ് ഇതിന് തോന്നിയിട്ടില്ല. എന്നാലും ഇടയ്ക്ക് ഈ ചൂട് ടൈമിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്